ഹായ്. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹോസ്പിറ്റലിൽ ഇരുന്നിരുന്ന് അതിൻ്റെ ക്ഷീണത്തിൽ ഇന്ന് ഒരുപാട് താമസിച്ചാണ് കേട്ടോ കഴിച്ചത്. എന്നിട്ട് കഴിച്ചിട്ട് ഞാൻ പിന്നെ ചോറൊന്നും വെച്ചില്ല. പിന്നെ കാപ്പി ഉണ്ടാക്കാനുള്ള നേരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പൂരി സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി ആദിലിന് സ്കൂളിലത്തേക്കും അത് കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇക്ക റോഡിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് കഴിഞ്ഞ ആഴ്ചയെ കാർ ഷെഡ് കഴുകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നടന്നില്ല. ഞാൻ അങ്ങനെ കാർ ഷെഡൊക്കെ കഴുകി ഇറക്കി മുറ്റമെല്ലാം തൂത്ത് വാരിയിട്ടപ്പോഴത്തേക്ക് ഇക്ക മീനുമായിട്ട് എത്തിയിട്ടുണ്ട്. മീൻ കണ്ണൻ കൊഴിയാളയുടെ ഏകദേശം ഒരു അരക്കണ്ണം കൊഴിയാളകളാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞത് മഴ ചാറ്റി പെയ്യാൻ തുടങ്ങി. എൻ്റെ പൊന്നെ, മഴയെല്ലാം പെയ്താൽ പിന്നെ ഇപ്പം കഴുകിയിട്ടത് എല്ലാം ചെളിയാവുമല്ലോ എന്നിങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്ക് മഴ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് മീനെല്ലാം കട്ട് ചെയ്തെടുത്തു. പിന്നെ 4 മീൻ നമുക്ക് 4 പേർക്ക് വറുക്കാനായിട്ട് എടുത്തിട്ട് അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടി, മല്ലിപ്പൊടിയല്ലല്ലോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ ഗരം മസാലപ്പൊടി, പിന്നെ ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിൻ്റോട്ടിട്ട് അങ്ങോട്ട് അരപ്പൊക്കെ പുരട്ടി അവനെ അങ്ങ് തേച്ച് വെച്ച് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തല എടുത്തൊന്ന് പീര പറ്റിക്കാമെന്ന് വിചാരിച്ചു. മറ്റേ കഷ്ണങ്ങളിട്ട് ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ തിരുവുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ മുത്തുമണീരെ മുടിഞ്ഞ ശല്യം കേട്ടോ. അവസാനം കുറച്ച് തേങ്ങ കൊടുത്ത് സമാധാനപ്പെടുത്തി. തലക്കറി അടുപ്പത്തായപ്പോൾ മണം പിടിച്ച് അവളുടെ ബോയ് ഫ്രണ്ട് അവിടെ വന്നിരിപ്പുണ്ട്. അവൾ വിശേഷം പറയാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഓടി വീട്ടിൽ പോടാ ചെറുക്ക, എവിടെയെങ്കിലും നിന്ന് ചുറ്റി തിരിയാതെയെന്ന്. എന്നിട്ടും പോവാണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം മീൻകറിയും മീൻ തലക്കറിയും ഒക്കെ ഉണ്ട്. പിന്നെ ഇന്നലത്തെ പപ്പായ തോരൻ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അത് മതി എന്നങ്ങ് കണക്കാക്കി. ഉമ്മാക്ക് പപ്പയ്ക്ക തോരൻ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉമ്മാക്കും ഇക്കാക്കും ഒക്കെ ചോറ് കൊടുത്തിട്ട് അപ്പോൾ എൻ്റെ ആൻറ്റി തന്ന പുളിച്ചിക്ക് അച്ചാറുണ്ട്. ആ അച്ചാറും കൂട്ടി ഞാൻ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയൊന്ന് പഴങ്കഞ്ഞായിട്ട് അടിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അതിന് വേണ്ടിയിട്ട് എൻ്റെ തലച്ചട്ടിയിൽ ഒരറ്റത്ത് മീൻ കറിയും മീൻ പൊരിച്ചതും ഒക്കെ അങ്ങ് വെച്ചു. അപ്പോൾ എൻ്റെ പാത്രത്തിൽ എന്താ ഇത്ര മീനെന്ന് ആരും സംശയിക്കരുത്. കാരണം എനിക്ക് മടുക്കാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ, അത് മീനാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.